വിചാരിക്കണം കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടൊന്നും ഇല്ലതാ നോക്കിയേ, ഫുള്ള് കട്ടപ്പുറത്ത്. 220 സ്റ്റോക്ക് മഡ്ഗാർഡ് തന്നെയാണ്. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മളൊരു ഫോൺ എടുത്ത് ജസ്റ്റ് വച്ചിട്ട് കാണിച്ചു തരാവേ. നമ്മളെ രണ്ടാമത്തെ ഫോർക്ക് സെറ്റിൻ്റെ ആളൊക്കെ എടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ സ്പ്ലെൻഡറിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ മോഡിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മളെ 220 നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫോർക്ക് ബോർഡും കാര്യങ്ങളൊക്കെ എത്തിക്കൂടി ലെങ്തുള്ള ഫോർക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളെ ടൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീലിനൊക്കെ അളക്കാനുള്ള ടൂളും കാര്യങ്ങളും നമ്മളില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു കൂട്ടാൻ്റെ പോയി ഇത് വീലിനട്ടല്ലല്ലോ ഇതായിരിക്കുന്നു. അപ്പോൾ ഈ 2 സ്പാൻഡറും കാര്യങ്ങളോട് എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളെ ഈ ബോക്സ് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റാകാം. ആകെ ഒരു അലങ്കി ഉണ്ടായിരുന്നു കേട്ടോ. അലങ്കി കറക്റ്റ് ഇവിടുത്തെ ഇളക്കാനുള്ളൊരു അലങ്കിയായിരുന്നു. അതേതായാലും കാര്യമായി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കടയിൽ കൊണ്ടുപോയല്ല പണിയുന്ന, എന്തായാലും സ്വന്തമായിട്ട് പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സെൻറ്റർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഓൾറെഡി ഈ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. അപ്പം സെൻറ്റർ സ്റ്റാൻഡ് വെച്ചാലും കാണിച്ചു തരാം. ഓക്കെ, നിലത്ത് പൊട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് സെൻറ്റർ സ്റ്റാൻഡ് ആവശ്യം ഈ വണ്ടിക്കില്ല. അല്ലെങ്കിൽ ഇതിലും കുറച്ച് ഹൈറ്റൊക്കെ ചെയ്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ എന്തായാലും അത് വെച്ചാൽ പിന്നെ അതായിട്ടിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു സാധനം വയ്ക്കാത്തത്. അപ്പോൾ എന്തായാലും ഇത് വെച്ചാൽ നിലത്ത് മുട്ടിക്കണം. അപ്പം അതിനായിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ഒരു തടിക്കെട്ട് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് അടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇളക്കായിരുന്നു കേട്ടോ. ഇതിപ്പം ചടങ്ങെന്ന് വെച്ചാൽ ഇതൊന്ന് ഫിക്സാക്കി വെച്ചാലേ നമ്മൾ ഈ ഫ്രണ്ട് ഫോർക്ക് സെറ്റ് ഔട്ട് ഇളക്കാൻ പറ്റുള്ളൂ. ഈ സെൻറ്റർ സ്റ്റാൻഡ് ഇപ്പോൾ വെച്ചാലും വണ്ടി ഇങ്ങനെ 2 സൈഡും നിലത്ത് മുട്ടിയാണ് കേട്ടോ നിൽക്കുന്നത്, ഫ്രണ്ടും ബാക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പം ഇതാണ് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ 220 നമ്മളെ സ്പ്ലെൻഡറിന് സെറ്റ് ചെയ്യാനായിട്ടാണ്. നമ്മൾ 220 ഓൾറെഡി നമ്മളൊരു ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബോബോര തന്നെ. അപ്പോൾ അവർ തന്നെ വേറൊരു ടൈപ്പ് ഫോൺ ഹോൾഡർ ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. പാക്കിങ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബോബോര ഒരു ബാഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടി എല്ലാവരുടെ അടുത്ത് വെച്ചാണ് കേട്ടോ. ഓക്കെ, അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു യൂസർ മാനുവൽ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിച്ചസ് വരുന്ന അതിൽ മൗണ്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മളെ ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മളെ 220 ഇരിക്കുന്ന സെയിം തന്നെ, പക്ഷേ ഇതിൽ ചാർജർ വരാത്തൊരു ടൈപ്പാണ് കേട്ടോ. വേറൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൗണ്ട്, അതുപോലെ തന്നെ നമ്മളെ അലങ്കി ബോൾട്ട്, ഇത് നമ്മളെ ഹാൻഡിൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു മൗണ്ടാണ്. ബൂട്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ എക്സ്പെൻസിൻ്റെ ഫോർക്ക് ബൂട്ടാണ് കേട്ടോ. 2 സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇതെടുത്ത് വെച്ചൊക്കെയാണ് കേട്ടോ. രാവിലത്തെ തന്നെ ഹെവി മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മഴയത്ത് ഇന്നാണ് ഈ വീഡിയോയും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗോപ്രോ അടിച്ച് പോകണം എന്തോ. ഗോപ്രോ നമ്മൾ നോർമൽ കേസ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളെ വ്ളോഗിങ് കേസ് ആയതുകൊണ്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത്. ഇത് നമ്മളെ ഫോൺ ഹോൾഡർ, ഇതിൽ ചാർജറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യാനുള്ളൊരു മൗണ്ടാണ്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഈ ഒരു സാധനം ഇതിനകത്ത് വെച്ചിട്ട് ഈ ഒരു ശബ്ദം കേട്ടോ. അപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു മൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടല്ല ഈ ഒരു ചെറിയൊരു സ്ക്രൂ കണക്കത്തെ സാധനം. ഇനി അതുപോലെ തന്നെ 2 പ്ലാസ്റ്റിക് പീസുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് നമ്മളെ ഹാൻഡിൽ ഫിറ്റായിട്ടിരിക്കാനുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ജസ്റ്റ് കാണിച്ചു തരാം. ഫുള്ള് അലങ്കോലായിട്ട് കിടക്കണം കേട്ടോ. എല്ലാം നമുക്ക് വാരി പറക്കിയിട്ട്. അപ്പം ഈ ഒരു മൗണ്ട് കണ്ടോ, ഇൻ കേസ് നിങ്ങൾക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിററിൻ്റെ ഭാഗത്തില്ലേ, മിററിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹാൻഡിലിൽ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണോ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി അത് കാണിക്കുന്നതാണ്. ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മളൊരു ഫോൺ എടുത്ത് ജസ്റ്റ് വച്ചിട്ട് കാണിച്ചു തരാം. നമ്മളെ വണ്ടിയിൽ ഇതാണ് കേട്ടോ. ഇത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളെ ഫോണിൻ്റെ ഇത് വിഡ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇതാകുമ്പോൾ നമ്മളെ ഫോൺ ഇളകി പോകുന്നൊന്നും പേടിക്കേണ്ട. സംഭവം
പക്ക ഫിറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. ചോദിക്കും ഈ മിറർ മാറ്റിക്കൂടെയെന്ന്, മിററൊക്കെ മാറ്റാം. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഹാൻഡിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫോൺ ഹോൾഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോ മോഡിഫിക്കേഷനായിട്ട് വരും. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊക്കത്തെ ഫോൺ ഹോൾഡറോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് മേടിച്ചതിൻ്റെ പർച്ചേസിങ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഈ 220 പരിപാടിയിലോട്ട് പോകാം. എൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയാൽ ബാക്കി നമുക്കെല്ലാം ഇങ്ങനെ മണിയായിട്ട് ഇളക്കിയെടുക്കാം. വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഓയിൽ മേടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഫോർക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഇളക്കി എടുത്തെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒറ്റയ്ക്കുള്ള എങ്ങനെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗം കണ്ട ഒരു 50-50 ചാൻസിലാണ് ഈ ഒരു ഭാഗം ഇരിക്കുന്നത്. അപ്പുറത്ത് കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും വീഴില്ലെന്നൊരു വിശ്വാസം, സംഭവം സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് അടിച്ചിട്ട് നോക്കിയാൽ ഫ്രണ്ട് ടയർ നിലത്ത് മുട്ടിയിരിക്കുകയാണ്, ബാക്ക് ടയർ നിലത്ത് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് ഇളക്കി തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇളക്കാനായിട്ട് ഒരു അലങ്കി ഉണ്ട് കേട്ടോ. നമ്മൾ ഇളക്കി എടുക്കണ്ട, ജസ്റ്റ് ലൂസ് ചെയ്താൽ മതി ഗൈസ്. അപ്പം നമ്മൾ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഇതാ ഇവിടുത്തെ ഈ ഒരു ബോൾട്ടും ലൂസാക്കിയിട്ട് നമ്മളെ ഫോർക്ക് പയ്യെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതുകൂടെ ലൂസാക്കിയിട്ട് ഇത് പയ്യെ ഇളക്കിയെടുത്തിട്ട് നമ്മളെ ഫോർക്ക് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാം എന്താ പൊളിച്ചടിച്ചിട്ടേക്കണം കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടൊന്നും ഇല്ലതാ നോക്കിയേ, ഫുള്ള് കട്ടപ്പുറത്ത് ഫുള്ള് സാധനങ്ങളും ഔത്ത് പെരുത്തിട്ടേക്കാണ്. എങ്ങനെ ഉണ്ട് വണ്ടി? ഫോർക്ക് ഇതിനകത്തോട്ട് പയ്യെ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെറിയൊരു ചടങ്ങാണ്. നമ്മളെ രണ്ടാമത്തെ ഫോർക്ക് സെറ്റിൻ്റെ ഇളക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഫോർക്ക് റൈസറിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ഒരു ചെറിയ പാടം ഉണ്ടായിരുന്നു, എന്തായാലും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർക്ക് ബോട്ടും റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പുതിയ ഫോർക്ക് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാവേ. എൻ്റെ ഫോർക്ക് ബോട്ട് എന്താ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇവിടുത്തെ ബോൾട്ടിട്ട് മുറുക്കണം. സൈഡും 2 സെൻറ്റിമീറ്റർ വെച്ച് മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് ഈക്വലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 അലങ്കി ബോൾട്ട്, അതുപോലെ തന്നെ നമ്മളെ 17-ൻ്റെ 2 ബോൾട്ട് ഇവിടെ, 16-17-ൻ്റെ 2 ബോൾട്ട് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ടൈറ്റ് നമ്മളെ ബാക്കി മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ മഡ് ഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഡ് ഗാർഡിൽ ചിലർക്കുള്ള ഡൗട്ടാണ് ഇത് ഏതിൻ്റെ മഡ് ഗാർഡാണെന്ന്. ഇത് നമ്മളെ 220-ൻ്റെ സ്റ്റോക്ക് മഡ് ഗാർഡ് തന്നെയാണ്. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാ ഈ ഒരു ക്ലാമ്പ് കണ്ട, ഈ 2 സൈഡിലും ഒരു ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മളെ സ്റ്റോക്ക് ഈ ബോൾട്ട് ഇടുന്ന ഹോള്. അതിനെക്കാട്ടി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടയർ ഇട്ട സമയത്ത് നമ്മളെ ഈ സ്റ്റോക്ക് മഡ് ഗാർഡ് ആണെങ്കിൽ ഇത് ഈ ഒരഞ്ഞാണ് കേട്ടോ നിന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇടുന്ന സമയത്ത് നല്ല രീതിക്ക് ചെറിയൊരു കല്ല് കയറിയാലും ഇത് ഒരഞ്ഞാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തൊരു ചെറിയൊരു സംഭവമാണ്. അപ്പം അത് ഞാൻ ഇപ്പോൾ ഈ മഡ് ഗാർഡ് സെറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ജസ്റ്റ് ഓർത്ത. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഫൈനലി നമ്മളെ വണ്ടിയിൽ ഇതാ ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് ഇപ്പോൾ നോക്കിയാൽ നമ്മളെ ഫോർക്ക് ബോട്ട് ഇങ്ങറ്റ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതുവരെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗം വരെ ഉണ്ട്. നേരത്തേത് ഇത്രയേ ഉള്ളതെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ ഒരു ലെങ്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം ഫോർക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്താണെന്നും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക് ഒന്ന് പമ്പാവാനൊന്ന് കുറച്ച് ടൈം എടുക്കും. അപ്പം വണ്ടി എടുത്തിട്ട് ഒന്ന് ഓടിച്ചുകൂടെ നോക്കാം കേട്ടോ. എന്നിട്ട് പോയി നമ്മൾ ഓയിലും കാര്യങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഓയിൽ കൂടി മാറ്റാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഫുള്ള് സാധനം എന്താ കണക്കിന് വലിച്ച് പറക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോർക്ക് ബോട്ട് വെറുതെ കിടക്കണം. നമുക്ക് സ്പ്ലെൻഡറിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, പറ്റുവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഗൈസ്, അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ വീണ്ടും മഴയാണ്. എണ്ണ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പോയി 2 വണ്ടിക്കുള്ള ഓയിലും കാര്യങ്ങളും കൂടെയൊക്കെ മേടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് 100 ഗായ്സ്. അപ്പോൾ എണ്ണ അടിച്ചിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അങ്ങ് പോവാമല്ലോ. ആ 220 എത്രയാണോ?
565. അപ്പോൾ അതാ നമ്മൾ എഞ്ചിൻ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിൽ വീണ്ടും സെൻറ്റർ സ്റ്റാൻഡ് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ബോൾട്ട് ഊരിയിട്ട് നമ്മളെ എഞ്ചിൻ ഓയിൽ ഊറ്റിയെടുക്കാം. ഡ്രെയിനിങ് ബോൾട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് എൻജിൻ സെറ്റ് ചെയ്തപ്പോൾ ഒഴിച്ച ഓയിലാണ് കേട്ടോ. 1000 കിലോമീറ്റർ മാറാനുള്ള. പക്ഷേ നമ്മൾ വണ്ടി കിടന്ന ഓയിൽ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നല്ലൊരു പരിവായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മളെ പുതിയ എൻജിൻ ഓയിൽ ഒഴിക്കാൻ കേട്ടോ. ഇതിൽ എപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിൽ 10,000 കിലോമീറ്ററൊക്കെയാണ് കേട്ടോ ലൈഫ് പറയുന്നത്. പക്ഷേ 10,000 ഒന്നും ഓടല്ലേ, ഏകദേശം ഒരു 3000 ഒരു 5000 റേഞ്ചൊക്കെ ആകുമ്പോൾ മാറ്റാൻ കേട്ടോ. കണലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ ബൈൻഡ് എടുത്ത് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ DB വെച്ചിട്ടുണ്ട് കേട്ടോ. DB വെച്ചിട്ടുള്ള ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റാണ്. അപ്പോൾ നമ്മളെ സ്പ്ലെൻഡറിൽ വേറെ 1-2 കാര്യങ്ങളോട് ചെയ്ത് കേട്ടോ. അതുപോലെ ബേക്കിൽ നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കാണിച്ച ആ ഫോർക്ക് ഔട്ട് ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെയ്ത് കുറച്ച് വലുതാണ്, പക്ഷേ രസമുണ്ട്. വെറുതെ കിടന്നപ്പോൾ എടുത്തിട്ടാണ് കേട്ടോ. 2 വണ്ടിയിലെയും ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഇത്രയും തന്നെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീട്ടിൽ ഇട്ടാണ് കേട്ടോ നമ്മളെ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ കുറച്ച് ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ വീട്ടിൽ ഇട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഇത്രയും തന്നെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളും നമ്മളെ മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ.